ഇല്ല, ഞാൻ പറയും ഇന്ന് മഴ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇന്ന് മഴ കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരാൻ ദിവസങ്ങൾ അത്രത്തോളം ശക്തമായ മഴ ഉണ്ടാവില്ല. പിന്നെ 5-ാം തീയതി അല്പം മഴയുടെ തീവ്രത കൂടും എന്നാണ് ഇതുവരെ 5-ാം തീയതി വരെയുള്ള കാലാവസ്ഥ പ്രവചനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിനടിസ്ഥാനമാക്കി, നമ്മുടേതായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് 2-ാം തീയതി ഇന്ന് മഴ ഉണ്ടാകും, അതുപോലെ 5-ാം തീയതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ മറ്റന്നാൾ 3-4 ദിവസങ്ങളിൽ ശക്തമല്ലാത്ത രീതിയിലുള്ള മഴ തുടരും. ഞാൻ രാവിലെ തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അവിടെ MLA അബിൻ വർക്കിയായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ക്യാമ്പിനകത്ത്, ആറന്മുള ക്യാമ്പിനകത്ത് ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ, രാവിലത്തെ പ്രഭാത ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ അല്പം വൈകിപ്പോയി എന്നുള്ള രീതിയിലൊരു പരാതിയാണ് അവിടെ നിന്ന് വന്നത്. ഉടനെ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് എത്താൻ അല്പം വൈകി എന്നേ ഉള്ളൂ. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നതിലുള്ളൊരു കാലതാമസമാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായും ക്യാമ്പുകളിൽ നേരത്തെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും, അതിന് സമയം വയ്ക്കേണ്ട കാര്യമില്ല. പ്രഭാത ഭക്ഷണം രാവിലെ തന്നെ കൊടുത്തു തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഉച്ചഭക്ഷണമായാലും വളരെ കഴിയുന്നത്ര നേരത്തെ തന്നെ അവിടെ എത്തണം. ആളുകൾ ആഗ്രഹിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇടുക്കിയിൽ ഏതാണ്ട് 74 സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ലാൻഡ് സ്ലൈഡ് എന്ന് പറയാൻ പറ്റില്ല, ലാൻഡ് സ്ലിപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 2 സ്ഥലത്ത് വീടുകളിലേക്ക് ആ മണ്ണിടിഞ്ഞ് വീണാണ് ഈ പ്രശ്നങ്ങൾ, മരണം ഉൾപ്പെടെ ഉണ്ടായത്. ഒരു സ്ഥലത്താണ് പ്രധാനമായി ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ വ്യാപകമായിട്ട് ഇങ്ങനെ ചെറുതും വലുതുമായ ഇത്തരം കാര്യങ്ങൾ പല ജില്ലകളിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ള മഴ എന്ന് പറയുന്നത് നമുക്ക് അത് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്. കാരണം 350 മുകളിൽ പോയി, 350 mm മുകളിൽ പോകുന്ന പറഞ്ഞാൽ അതിശക്തമായ മഴയാണ്. അതുവരെ ഏതാണ്ട് താഴെ പമ്പയാറിൻ്റെ ഒക്കെ ജലനിരപ്പ് എന്ന് പറയുന്നത് വളരെ താഴെയായിരുന്നു. 2.5-3 മണിക്കൂർ നേരത്തെ മഴ കൊണ്ട് പമ്പയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള മഴവെള്ളം വന്നു എന്ന് പറയുമ്പോൾ ആ മഴയുടെ തീവ്രത എത്രമാത്രം ഉണ്ട് എന്നുള്ള ആലോചിച്ചാൽ ബോധ്യമാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി ലഭ്യമാകുന്ന കാര്യങ്ങളല്ല. നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മഴ പറയും, അതിനകത്തുള്ള കളർ ചേഞ്ച് പറയും, അലർട്ടിനെ കുറിച്ച് പറയും. പക്ഷേ ഇന്ന സ്പോട്ടിൽ ഇത് ചില കേന്ദ്രങ്ങൾ മാത്രം ഇത്തരം മഴ ഉണ്ടാവുകയാണ്, എല്ലായിടത്തും അല്ല. ചില കേന്ദ്രങ്ങളിലാണത് ഉണ്ടാകുന്നത്, ഒരു ഏരിയയിൽ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറിച്ച് നമുക്ക് ഒരുപാട്, ഇനിയും എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഒരുപാട് അഡ്വാൻസ് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഇന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യം, ഏതെങ്കിലും രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും ആധുനിക രീതിയിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നുണ്ട്. അവർ പറയുന്നത് എല്ലായിടത്തും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന കാര്യം നമുക്ക് ഇവിടെയും ലഭ്യമാകുന്നുണ്ട് എന്ന വിവരമാണ് തരുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ അന്വേഷിക്കും. തീർച്ചയായിട്ടും കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളുണ്ട്. ആ ധനസഹായങ്ങളൊക്കെ തന്നെ ഇവർക്കും ലഭ്യമാകും. അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്കും, അത് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരായാലും ഭാഗികമായി നഷ്ടപ്പെട്ടവരായാലും കൃഷിനാശം സംഭവിച്ചവരായാലും, അതുപോലെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട ഒരു കാര്യം, വലിയ രീതിയിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ കൊടുക്കാൻ കഴിയുന്ന പരമാവധി സഹായം ഗവൺമെൻറ് കൊടുക്കും. അല്ല, അത് ഞങ്ങൾ അതിനകത്ത് നിലവിൽ സിസ്റ്റം ഉണ്ട്. കാരണം അത്തരം വീട് തകർന്നു കഴിഞ്ഞാൽ വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ അത്തരം വീടുകളിൽ ചെന്ന് ആ വീട് തകർന്നത് പൂർണ്ണമായിട്ടാണോ തകർന്നത്, ഭാഗികമായിട്ടാണോ തകർന്നത്, അല്ലെങ്കിൽ ഡാമേജ് എത്രയുണ്ട് എന്ന് വിലയിരുത്തി ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് നൽകും. കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും, കളക്ടർ ഗവൺമെൻറ്റിലേക്ക് തരും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹായം അനുവദിക്കുക.
അല്ല, അങ്ങനെ നമുക്കത് പറഞ്ഞതാണ്. പെട്ടെന്ന് നമ്മൾ ക്യാമ്പ് ഒരുക്കാനുള്ള സംവിധാനം എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അതിനുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി അത്തരം കെട്ടിടങ്ങളിലേക്കാണ് മാറ്റുന്നത്. നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഏരിയയിൽ നമുക്ക് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എവിടെ സ്കൂളിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒഴിഞ്ഞ കെട്ടിടം ഏതാണ്, ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഏരിയയിൽ അതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് മാറ്റുന്നു. സ്വാഭാവികമായിട്ടും ചില സമയങ്ങളിൽ ആളുകൾ കൂടുതൽ വരും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്യാമ്പിൽ ആളുകൾ വരുമ്പോൾ അതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ വരും. ഇന്നലെയാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ മറ്റേത് കാര്യത്തിലും ഉണ്ടായിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തർക്കിക്കാനില്ല. അതിനകത്ത് ഇന്നലെ ആരംഭിച്ച ക്യാമ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് രാവിലെയാണ് ആദ്യമായിട്ട് അവിടെ പ്രഭാഷണം കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ചെയ്യും. ആദ്യത്തെ രണ്ട് കാര്യങ്ങളുണ്ടാവാം. മാലിന്യ കൂമ്പാരം എന്ന് പറയുന്ന ക്യാമ്പിൽ ഒരു ദിവസം കൊണ്ട് മാലിന്യ കൂമ്പാരം ഉണ്ടാവില്ലോ. ഞാൻ ക്യാമ്പിലെ കാര്യം പറയുന്നത് സ്വാഭാവികമാണ്, കറക്റ്റാണ് പറഞ്ഞത്. നമുക്ക് വെള്ളം ഒന്നിച്ച് ടൗണിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി വരെ വെള്ളത്തിൻ്റെ പ്രശ്നത്തിലാണ് നമ്മൾ. ഇന്ന് രാവിലെയോട് കൂടിയാണ്, അതായത് റാന്നിയിലെ വെള്ളം ഇറങ്ങി വരുമ്പോഴാണ് പിന്നീട് ആറന്മുള വെള്ളം കയറുക, പമ്പയുടെ തീരങ്ങൾ വെള്ളം കയറുക. അപ്പോൾ ആ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ രാവിലത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിലൂടെ ആ നഗരത്തിലുള്ള മാലിന്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങളൊക്കെ ഇത് കരയ്ക്കും പല ഭാഗങ്ങളടിയും. പക്ഷെ ഇന്നാണത്, അത് നീക്കം ചെയ്യാനുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. അപ്പോൾ അതിനൊരു സമയം വേണ്ടേ?